ഫൈസലക്ക ഒരു സക്സസ്ഫുൾ മാനാണ്. ഞാൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് 100% എനിക്ക് പറയാൻ പറ്റില്ല. എന്താണ് ഒരു 20 വയസ്സ് മുതൽ ഉള്ള ഒരു യുവജനങ്ങൾക്ക് ഫൈസലക്ക് കൊടുക്കാൻ പറ്റിയ നല്ല 2 ഉപദേശമുണ്ട്? അവർ സമയത്തിന് വാല്യൂ കൊടുക്കണം. ഫൈസലക്കയുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് സക്സസ്? നല്ലൊരു മനുഷ്യനായിട്ട് മരിക്കുമ്പോഴാണ് സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയുന്നത്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു ശ്രമമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നല്ലതും ഉണ്ടാവാറുണ്ട്, ചീത്തയും ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്, എസ്പെഷ്യലി യുവജനങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും എന്നത് വേണ്ടിയിട്ടൊരു ശ്രമമാണ് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാറുണ്ട്, നമുക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ. നമ്മുടെ കയ്യിൽ നിന്ന് ചില നിമിഷങ്ങൾ കൈവിട്ട് പോകാറുണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു സംവാദത്തിലൂടെ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. ഈ സന്ദേശം ഭാവി തലമുറയ്ക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ എന്ത് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റും എന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഒരു നായകനുണ്ട്. നായകൻ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലീഡറുണ്ട്. അവസരം കിട്ടുമ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതത്തിലും ബിസിനസ്സിലും നേരിട്ട ചില നേട്ടങ്ങൾ, അതിന് പിന്നിലുള്ള ഹാർഡ് വർക്ക്, ഇവയെല്ലാം ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യമായ ഫൈസൽ മലബാറാണ്. ഫൈസലക്ക മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഫൈസലക്ക, വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ് ഷോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. സോ എൻ്റെ പേര് പ്രവീൺ പിള്ള. നമുക്ക് ആരംഭിക്കാം ഈ ഒരു ചർച്ചയിലൂടെ. ഫൈസലക്ക, ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മളിത് സ്ക്രിപ്റ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചോദ്യവും നമ്മൾ ചോദിക്കും. നമ്മുടെ ചോദ്യത്തിനകത്ത് ശരിയുണ്ടാവാം, ചിലപ്പോൾ തെറ്റുണ്ടാവാം. ഫൈസലക്കയുടെ ആ ഒരു ജീവിതാനുഭവം നമ്മുടെ യുവാക്കൾക്ക് എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുത്ത് അവർക്കൊരു മോട്ടിവേഷൻ ആവുക. നമ്മുടെ ഫാമിലിയുടെ മൂല്യങ്ങൾ, അത് ഫൈസലക്ക ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ കണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. അതെല്ലാം നമുക്ക് ആണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഫൈസലക്ക, നമുക്ക് ബാല്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, എങ്ങനെയായിരുന്നു ഫൈസലക്കയുടെ ബാല്യകാലം? ആ ബാല്യകാലത്തിൽ ഫൈസലക്കയ്ക്ക് കിട്ടിയ മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ വല്യമ്മയാണ്. ഇപ്പോൾ എൻ്റെ വല്യമ്മാൻ്റെ കൂടെയാണ് എൻ്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മയുള്ളത്. ഞാൻ അവിടെയാണ് പഠിച്ചത്. അത് കാരയാട് MLP സ്കൂളിലാണ് പഠിച്ചത്. തൊട്ടതായത്ത് സ്കൂള് എൻ്റെ വല്യപ്പാൻ്റെ സ്കൂളും. ഉച്ചയ്ക്ക് വന്ന് കഞ്ഞി കുടിച്ച് പോകുന്നതും, അപ്പോൾ ആ ഒരു ഓർമ്മയാണ്. പിന്നെ എൻ്റെ വല്യമ്മ എന്നെ ഇങ്ങനെ ഉരച്ചൊരച്ച് കുളിപ്പിക്കുന്ന ഒരു ഓർമ്മ. വല്യമ്മയും വല്യപ്പയും മരണപ്പെട്ടു. ആ ഒരു ഓർമ്മയാണ് എനിക്ക് ചെറുപ്പത്തിൽ വരുന്നത്. പിന്നെ വല്യപ്പാൻ്റെ കൂടെ നോമ്പ് സമയത്ത് നോമ്പ് തുറക്കാൻ പോകുന്നത്, ഇളനീരുണ്ടല്ലോ, ഇളനീരൊക്കെ ആയിട്ട് നമ്മൾ വൈകുന്നേരം പോയിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ എന്നോട് സംസാരിക്കും, കുറേ പ്രായമുള്ള ആൾക്കാർ. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജനിച്ചു വളർന്ന സ്ഥലത്തിൻ്റെ പേര് കാരയാട്. അത് ഏത് ജില്ലയാണ് കാരയാട് എന്ന് പറയുന്നത്? കാരയാട് എന്ന് പറഞ്ഞാൽ പിന്നെ കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ എത്ര വയസ്സ് വരെ ഉണ്ടായത് ചെറുപ്പം അവിടെ തന്നെ? അവിടെ ഒരു 3ാം ക്ലാസ് വരെ. ജനിച്ചത് മുതൽ 3ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. കാരയാടായിരുന്നു. 3ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് UP സ്കൂള്, എളമലാട് MLP UP സ്കൂൾ. എളമലാട് MLP. അതെ. ഓക്കെ, അതായത് ഒരു 50 വർഷം മുമ്പത്തെ കഥയാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഓക്കെ, ഓർമ്മകൾ നല്ലൊരു ഓർമ്മകളാണ്. കാരണം ഈ ഗ്രാൻഡ് ഫാദേഴ്സിനായിരിക്കുമല്ലോ നമ്മളെ പേരക്കുട്ടിയോട് ഭയങ്കര സ്നേഹം. അതെ, അത് ശരിക്കും കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ശരിക്കും ആ അനുഭവങ്ങളും ഓർമ്മകളും നമുക്ക് ഇപ്പം നമ്മളെ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ ആ വല്യപ്പാൻ്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ. അപ്പം എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്. എനിക്കറിയാം. അതെ, മകനൊരു കുട്ടിയുണ്ട്, മോൾക്കൊരു കുട്ടിയുണ്ട്. അതെ. അപ്പോൾ അവരെ കളിപ്പിക്കുമ്പം ഈ ഗ്രാൻഡ് ഫാദേഴ്സ് ആകുമ്പം ചെറിയ മക്കളെ കളിപ്പിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ. അതെ, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്, ആനന്ദമാണ്. അതെ, നമ്മൾ എത്ര ടെൻഷനകത്തായാലും അവരുടെ മുഖം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. മോളെ കണ്ടിട്ടാണ് വരുന്നത്. മോളെ കണ്ട പപ്പാപ്പ അങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചേ. അത് വല്ലാത്തൊരു ഇതാണ്, സന്തോഷം, ഫീലിംഗ് ആണ്. ഓക്കെ, മലിക്ക് ആ പറഞ്ഞപ്പം, അതായത് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ, അതായത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കൂടെ വളരാനും അവർ സംസാരിക്കുന്നത് കേൾക്കാനും അവർ നമ്മളെ ഉപദേശിക്കാനും ഒക്കെ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്കൊക്കെ എന്ത് തോന്നുന്നു? കാരണം ഇപ്പോഴത്തെ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അച്ഛനും അമ്മയും
വേറൊരിടത്ത്, മക്കൾ വേറൊരിടത്ത്, ഈ പറയുന്ന ഉപ്പാനും ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർ വേറൊരിടത്ത്, മനസ്സിലായി. അപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ന്യൂക്ലിയർ ലൈഫ് സ്റ്റൈലിലാണ് ഇങ്ങനെ അറിയുന്ന സ്വന്തം ഒരുപാട് ആൾക്കാർ വലിയ വീടുണ്ടാക്കും, വലിയ വേണ്ട. അവിടെ അയാളും അയാളെ ഭാര്യയും മാത്രമേ ഉണ്ടാവുള്ളൂ, കുറേ ജോലിക്കാരും. അതെ, മകനും വൈഫും വേറെ ഫ്ലാറ്റ് എടുക്കുന്നു, അതെ, അല്ലെങ്കിൽ വേറെ വില്ലയിലേക്ക് മാറുന്നു. എന്താണ് അതിൻ്റെ ഇത് അറിയില്ല. ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ മക്കളെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഒരു ഫീല്. അതെ. ഇപ്പം പേരൻസ് ആണെങ്കിൽ നമ്മൾ പേരൻസിനോട് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഒരു സുഖം, അല്ലെങ്കിൽ നമ്മളെ മക്കളെ കൂടെ സംസാരിക്കുമ്പോഴുള്ള ഒരു സുഖം, അതെ, അതങ്ങനെയാണ് അത്. പക്ഷെ ഇവർ പിന്നെ ഹോളിഡേയ്സിലൊക്കെയാണ് ഇവർ വന്നു പോകുന്നത്. അതെ, അതെ. ഒരു വലിയൊരു വീടുണ്ടാവും, രണ്ടാൾക്കാരുണ്ടാവും. എന്താണ് അതിൻ്റെ ഗുഡൻസ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയില്ല. ബാക്കിയുള്ള റൂമെല്ലാം ഒഴിഞ്ഞിടക്കുകയാണ്, അവർ രണ്ടുപേരും റൂമിലുണ്ടാവും, രണ്ടാൾക്കാരുണ്ടാവും, പിന്നെ കുറേ ജോലിക്കാരുണ്ടാവും. സ്വന്തം മക്കളൊക്കെ വേറെ തൊട്ടടുത്ത് തന്നെ അതെ, 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 വേറെ ഫ്ലാറ്റുകളിലും. അതെ. അതിപ്പോഴത്തെ തലമുറ ശരിക്കും അത് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ശരിക്കും. കാരണം ഈ സാമ്പത്തികം കൂടുന്തോറും അതാണ്, സാമ്പത്തികം അധികമുള്ള ആൾക്കാരാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കൂടുകയാണ്, സാമ്പത്തികം കൂടുന്തോറും. അതേ സമയത്ത് ഒരു മിഡിൽ ഫാമിലിയൊക്കെ ഒരുമിച്ച് തന്നെയാണുള്ളത്. ഒരുമിച്ച് തന്നെയാണ്. ആ ഒരു മിഡിൽ ഫാമിലീൻ്റെ ഒരു അനുഭൂതി തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോഴത്തെ തലമുറയ്ക്ക്, അതായത് ഞാനും അടക്കം വരുന്ന അല്ലെങ്കിൽ എന്നെ അതിലെനിക്കൊരു മാതൃകയായി തോന്നിയത് മലബാർ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. മുപ്പറ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുപ്പറ മകൻ്റെ വീട്ടിലാണ് താമസിക്കുക. ഇനി മുപ്പറ മക്കള് വേറെ പെൺകുട്ടി വന്ന ഇവൻ്റെ ഇപ്പം ഷംലാലിൻ്റെ പെങ്ങൾ വന്നാൽ അവിടെ തന്നെ താമസിക്കുക. അവരവിടെ ബെഡ്റൂമൊന്നും അധികമല്ല, പക്ഷെ അവരവിടെ തന്നെ താമസിക്കുന്നത്. ഇതുവരെ വീടായതിനു ശേഷം അവർ ഹോട്ടലിൽ റൂം എടുത്ത് പോയിട്ടില്ല. അതൊരു എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു മാതൃകാപരമായിട്ടുള്ളൊരു. എൻ്റെ അച്ഛനെ അറിയാമല്ലോ, ഫൈസലേക്കൊക്കെ. അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലേ? നമ്മൾ കൂടുമ്പം ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പം അച്ഛൻ എപ്പോഴും പറയും, അച്ഛൻ്റെ ഒരു കാലം വരെയെങ്കിലും ഞങ്ങൾ 2 വീട്ടിലേക്ക് മാറരുത്. നമ്മൾ ഇതുവരെ 2 വീട്ടിലേക്ക് ഞങ്ങൾ ഇത്രയും നാൾ, എനിക്കിപ്പം ഇത്രയും വയസ്സായ എൻ്റെ അനിയൻ എന്നെക്കാട്ടിൽ 3 വയസ്സിനുള്ളതാണ്. ഇത്രയും നാൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതുവരെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷെയറിങ്, അന്നേരം കിട്ടുന്നൊരു കെയറിങ്. അപ്പം നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയുന്ന കേൾക്കാം, ഇതുപോലെ ഫുഡ് കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു സ്നേഹവും എന്നൊക്കെ പറയുന്നതൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര തിരിച്ചറിവാണ്. അത് ഭയങ്കര സുഖമാണ്. കാരണം നമ്മളെ നിങ്ങളെ പേരൻസ് ആയാലും എൻ്റെ പേരൻസ് ആയാലും ദുബായിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച അല്ല ഒരു മാസം നമ്മുടെ കൂടെ ഉണ്ടാവുക. വന്ന് ആ ഒരു മാസം നമുക്ക് വീട്ടിൽ വല്ലാത്തൊരു എനർജിയും. അത് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു മഴ പെയ്ത് ചോർന്നമായി അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെയൊക്കെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഓണത്തിനാണ്. ഓണത്തിന് എല്ലാവരും വന്ന് നമ്മുടെ വീട്ടിൽ തന്നെ 100-150 പേരുണ്ടാവും. ഞങ്ങളുടെ ചെണ്ടമേളവും. പക്ഷെ ആ ഒരു 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉത്സവ പറമ്പ് കാലിയായ പോലെയാണുള്ളൊരു ഇതാണ് അത്. ഞങ്ങൾ ഈ പറയുന്ന 89, 95 to 2000 വരെയുള്ളൊരു ജനറേഷന് അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം വരുന്ന 2000 ശേഷമുള്ള ആൾക്കാർക്ക് അതൊക്കെ അനുഭവിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ IT ഫാസ്റ്റ് വേൾഡിൽ എല്ലാവരും പലയിടത്താണ്. മക്കൾ UK അല്ലെങ്കിൽ അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ ദുബായിലായിരിക്കും, അച്ഛനും അമ്മയും വേറൊരിടത്തായിരിക്കും. അത് ശരിക്കും അപ്പോൾ ഫൈസലൊക്കെ ഇപ്പോഴത്തെ തലമുറയോട് കൊടുക്കാനുള്ള ആ ഒരു മെസ്സേജ് എന്താണ്? ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടാകുന്നത് നമ്മളെ പാരൻസ് അല്ലെങ്കിൽ നമ്മളെ മക്കൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ മാക്സിമം ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം അമേരിക്കയിലൊക്കെ പെട്ടെന്ന് ഒന്നായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. വർഷത്തിലൊരിക്കലെങ്കിലും ഒരുമിച്ച് ഫാമിലി മൊത്തമായിട്ട് വന്നിട്ട് ഒന്നിച്ചിരുന്നിട്ട് ഉള്ള ഒരു ദിവസം ഏറ്റവും അനുഭൂതിയുള്ള ദിവസമാണ് ശരിക്കും. ഈ അടുത്തിടയ്ക്ക് എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ പുള്ളി മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 1000-1500 പേര് കാണാനുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ നടപ്പാണ്. എനിക്കിത് പറയുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ പുള്ളി ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അതായത് ഞാൻ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പെങ്കിലും ഇത്ര ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് എന്നെ ഒന്ന് കണ്ടിട്ട് പോയാൽ എനിക്കത് മതി. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അർപ്പിക്കുന്ന പുഷ്പമായാലും, അന്നേരം നമ്മൾ ഒരു മൃതശരീരത്തിനെ നമ്മൾ ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ കാലെ തൊഴുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷെ ആ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് ഇത്ര ആൾക്കാരില്ലെങ്കിലും എൻ്റെ ബന്ധുക്കളെങ്കിലും എൻ്റെ അടുത്ത് വന്ന്, കാരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആ വീട്ടിൽ ചെന്ന ഇല്ലേ, ചടങ്ങെല്ലാം കഴിഞ്ഞ് പോകുന്നത് വൈകുന്നേരത്തായിരിക്കും. അപ്പോൾ ആ 24 മണിക്കൂർ നമ്മൾ ആ പോയ ആൾക്ക് വേണ്ടി മാറ്റി വെച്ചു നമ്മൾ, ശരിയല്ലേ? പക്ഷേ ആ 24 മണിക്കൂർ വേണ്ട, ഒരു 3 മണിക്കൂറെങ്കിലും അയാൾ 3 മണിക്കൂറെങ്കിലും ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ കൂടെ ഒന്നിരിക്കാൻ പറ്റുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്കതല്ലേ വേണ്ടത്. നമ്മളെ കാണാത്ത ആൾക്കാരും അറിയാത്ത ആൾക്കാരും നമ്മുടെ ശത്രുക്കളും എല്ലാവരും നമ്മൾ
ഇവിടുന്ന് പോയാൽ നമ്മളെ കാണാൻ വരും. സത്യം. ശത്രുക്കൾ എന്ന് പറഞ്ഞ സംഭവമില്ല. ഒരു കാലത്ത് ഒരാളും ഇപ്പം പ്രവീണും ഞാനായിട്ട് കാലാകാലം ശത്രു ആയിരിക്കുമല്ലോ, നമ്മൾ തെറ്റിക്കഴിഞ്ഞാലും. അതെ 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 അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുമ്പം എന്തോ ചെറിയ കാരണങ്ങളായിരിക്കും. അതെ പക്ഷേ നമ്മളത് കണ്ട് സംസാരിക്കുമ്പോൾ അത് തീരും. ഞാൻ ശത്രുക്കൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരായാലും ആ ഒരു സമയത്ത് നമ്മളവിടെ എല്ലാവരും പൊറുക്കപ്പെടും അല്ലേ. പക്ഷേ അത് ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് പുള്ളി ഒരു സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന സമയത്ത് ചോദിച്ചത്. അപ്പോൾ ഞാനും പോയി കാണാൻ പോയി. പക്ഷെ ഞാൻ അല്ലാത്തപ്പോഴും പോയിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഇപ്പോഴത്തെ എല്ലാവരോടും എനിക്ക് പേഴ്സണലി പറയാനുള്ളതാണ്, നിങ്ങൾക്ക് ഉള്ള സമയം കണ്ടെത്തി പ്രിയപ്പെട്ടവരോട് ചിലവഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. പിന്നീട് ഒരിക്കലും ഒരു റിഗ്രറ്റ് ഫീലിംഗ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ ഒരാൾ ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇപ്പം കിടപ്പിലാണ്. അദ്ദേഹം വളരെ അലർജിയുള്ള ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആളടുത്ത് പോയിട്ട് ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ട്. ആൾ പെട്ടെന്ന് ഡൗൺ ആയതാണ്. അപ്പം അതെ, ഒരു ഭയങ്കര ജെന്റിൽമാൻ ആണ് ആൾ. ഒരിക്കലും ഇവിടെ വന്ന് ഒരു ഫുഡ് കഴിക്കാൻ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തു, പിന്നെ എന്താ ഫുഡ് മട്ടൻ ബിരിയാണി അല്ലേന്ന് വെച്ച് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം മട്ടൻ ബിരിയാണി കഴിക്കൂല, ഇദ്ദേഹം ചിക്കനേ കഴിക്കുള്ളൂ. പക്ഷെ അത്രയും ആള് കുറച്ച് ചോറ് വാരി തിന്ന് മട്ടൻ കഴിച്ചില്ല. അതുപോലെ ഫൈസലൊക്കെ യു എയിൽ നിങ്ങളെ അറിയാത്ത മലയാളികളില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലായാലും ഏതാ ഫൈസലിക്കയുടെ ഒരു സൗഹൃദത്തിൽ ആ ഒരു നെറ്റ്വർക്ക് ഉള്ള ഒരാളെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു അഭിമാനത്തോടു കൂടി ആൾക്കാർ പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഫൈസലിക്ക. പക്ഷേ എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവും അല്ലേ. ഫോർ എവറി ഗുഡ് ആൻഡ് ഫോർ എവറി ബാഡ് ദർ ഇസ് എ സ്റ്റാർട്ടിങ്, റൈറ്റ്? അപ്പോൾ ഫൈസലിക്കയുടെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ഫൈസലിക്കയുടെ ആദ്യത്തെ ബിസിനസ്? എന്തായിരുന്നു അത്? തുടങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് എത്ര വർഷം മുമ്പാണ്? ആദ്യത്തെ ഒരു ഓൺട്രപ്രണറിലേക്കുള്ള ചുവടുവയ്പ് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഒരു 88, 89, 90 കാലഘട്ടത്തിൽ. 1988, 89, 90 കാലഘട്ടം, 36 വർഷം മുമ്പ്, 37 വർഷം മുമ്പ്. ആ സമയത്ത് ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിൽ വളരെ മോശമാണ് പഠിക്കാൻ. പ്രീ ഡിഗ്രി ഒക്കെ ഒരു 4-5 പ്രാവശ്യം എഴുതി ശ്രമിച്ച് ഒന്ന് കിട്ടിയത്. അപ്പം വീട്ടിലാണെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്കങ്ങനെ ഉണ്ടാവുമല്ലോ, വളരെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. 5 പൈസ കയ്യിലില്ല. അപ്പോൾ ആരെങ്കിലും എൻ്റെ അമ്മവനൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ ഒരു 5,000, 1,000, 2,000 ഒക്കെ അന്ന് 500, അന്ന് 250, 500 സോറി കൈ തരും. ഒരു പെരുന്നാൾ സമയത്തല്ല നോമ്പ് സമയത്താണ് കിട്ടുക. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ ഫറൂഖ് കോളേജിൽ എന്തെങ്കിലും ജോബ് കിട്ടുമെന്ന് നോക്കി, കിട്ടിയില്ല. പിന്നെ ബസ് കണ്ടക്ടറായിട്ട് ജോബ് കിട്ടുമെന്ന് നോക്കി, കണ്ടക്ടറായിട്ട് പോകാൻ നോക്കി, എന്തെങ്കിലും ജോബ് വേണം. അങ്ങനെ അവസാനം ഞാൻ അമ്മാവന് വെള്ളിയങ്ങാടിയിൽ കൊപ്ര ബിസിനസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കോഴിക്കോട്ടേക്ക്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് സിറ്റിയിലേക്ക് കൊപ്ര ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു യുണൈറ്റഡ് പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊപ്ര ബിസിനസ്സിൽ ഞാനും എൻ്റെ ബ്രദറും മുമ്പ് പോയിട്ടുണ്ട്. ഞാനും ബ്രദറും കൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ബിസിനസ് അന്നൊരു ഇന്ത്യൻ റുപ്പീസ് ഒരു 3 ലക്ഷം രൂപയാണ് അന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. അന്നത്തെ കാലത്ത് അത്രയും. അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് തന്നെ ഒരു 1,500 രൂപ ആണ് മന്ത്ലി നമ്മളന്ന് എടുത്തത്. 1,250, 1,500 അത്രേ ഉള്ളൂ. പിന്നെ ചെറിയൊരു അത്രയും വരുമാനം കൊണ്ട് നമ്മളന്ന് സ്റ്റാർട്ട്. തുടക്കം കൊപ്ര ബിസിനസ്സാണ് തുടക്കം. അതെ. ചേട്ടനും അനിയനും സഹോദരങ്ങളും 2 പേരും അമ്മാവൻ്റെ കൂടെ തന്നെ പാർട്ണർഷിപ്പായിട്ട്. അപ്പം ആദ്യം അമ്മാവൻ്റെ കൂടെ ജോലി ചെയ്തോ അതോ നേരെ ബിസിനസ്? ഇല്ലല്ല, നേരെ ബിസിനസ്സിലേക്ക്. അന്ന് ഉമ്മാൻ്റെ ഒരു സ്ഥലം പ്രോപ്പർട്ടി വിറ്റിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് അതാണ്. അതിൽ നിന്നും എങ്ങനെയാണ് മലബാർ ഗോൾഡിലേക്ക് എത്തിയത്? അത് ഈ കൊപ്ര ബിസിനസ് ആകുമ്പോൾ എങ്ങനെയായാലും കൊപ്ര വിൽക്കാൻ കൊണ്ടുവരുന്ന കർഷകരായിരിക്കുമല്ലോ. അപ്പം കൊപ്ര വിൽക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ആൾക്കാർ അധികം അത് ഗോൾഡ് വാങ്ങിക്കാനാണ്. ശരി. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഗോൾഡ് വാങ്ങിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുക എവിടെ നിന്നാണ് ജ്വല്ലറി മേടിക്കുക. അപ്പം നമ്മൾ ചിലപ്പം നമ്മൾ ക്യാഷിന് ബദൽ ചെക്ക് മാതിരിയുള്ള ഒരു ഷീറ്റാണ് കൊടുക്കുക. ഇപ്പോൾ പ്രവീണിന് ഒരു 50,000 രൂപ കൊപ്ര കൊണ്ടുവന്ന് ഞാൻ പ്രവീണിൻ്റെ പേര് എഴുതി ചെക്ക് മാതിരി തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ടാവുക. അതിൽ 50,000 എഴുതും, പ്രവീണിൻ്റെ പേര് എഴുതും, അടിയിൽ ഒപ്പിടും. ഈ സ്ലിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്ന്
ആലുക്കാസിൽ നിന്നും ഫാഷൻ ജ്വല്ലറിയിൽ നിന്നൊക്കെ സ്വർണം കിട്ടിയിരുന്നു. അങ്ങനെ അത് അത്രയും ട്രസ്റ്റാണ് നമ്മളെ. അപ്പം നിങ്ങൾ എന്നിട്ട് അവിടെ പൈസ നമ്മളെ ചെക്കിൻ്റെ, നമ്മളെ ഈ ഷീട്ടിന് ഒരു ചെക്കിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ ചെക്കിൻ്റെ ആ പേപ്പർ ബാങ്ക് കൊടുക്കുന്നില്ല, നമ്മൾ ഒരു ഡേറ്റ് ഇട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഇന്നിപ്പം നിങ്ങൾ കൊപ്പര ഉണ്ടോ, നിങ്ങൾ അടുത്ത മാസം 1-ാം തീയതി പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് 1-ാം തീയതി ആ പേപ്പർ അതിൽ വന്ന് അവർക്ക് ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ ചെക്ക് കിട്ടും. അപ്പോൾ അതൊരു ബുദ്ധിപരമായ ഒരു മൂവ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ പിന്നെ അടുത്ത ജനറേഷൻ, അതായത് യൂത്ത്, അതായത് അവിടെ റിക്വയർമെൻറ്റ് ഫൈസലൊക്കെ കണ്ടുപിടിച്ചു. അതായത് ആ ഫൈസലൊക്കെ മലബാർ ഗോൾഡിൽ ടീം കണ്ടുപിടിച്ചു. ആ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ കൊപ്ര വിൽക്കാൻ വരുന്നവർ കൊപ്ര വിൽക്കുന്നു, അപ്പോൾ അവരുടെ കയ്യിൽ ഇവർ ഫണ്ട് കൊടുക്കുന്നു. ആ ഫണ്ട് അവരെന്താ ചെയ്യുക, ഒന്നുകിൽ അവർ അടുത്ത ബിസിനസ്സിനകത്തോ ഒരു ജ്വല്ലറി മേടിക്കും, ഗോൾഡ് മേടിക്കും, അല്ലെങ്കിൽ അവർ പോയിട്ട് അരി മേടിക്കും. അരിൻ്റെ അടുത്തും ഈ ഷീട്ട് കൊണ്ടുപോകും, അരി വാങ്ങും, അല്ലെങ്കിൽ മൈദ മേടിക്കും, അല്ലെങ്കിൽ ഗോതമ്പ് മേടിക്കും. ഇതെന്ത് മേടിച്ചാലും ഈ ഷീട്ട് എല്ലാ സ്ഥലത്തും അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് അറിയാം ഇത് കിട്ടുമെന്ന്, പൈസ കിട്ടും. ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെ കൊപ്ര ബിസിനസ് തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കണ്ടില്ലേ, അവിടെ ആ ഒരു റിക്വയർമെൻറ്റ് മനസ്സിലാക്കി സ്വർണം അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു, ഓക്കെ നമുക്കൊരു സ്വർണ്ണക്കട, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റിക്വയർമെൻറ്റിനും നീഡിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആവശ്യക്കാർ കൂടിയപ്പം ഈ ഗോൾഡ് തരക്കടില്ലല്ലോ, പിന്നെ ഗോൾഡാണല്ലോ, നമ്മൾ നല്ല ഗോൾഡ് ബിസിനസ് തുടങ്ങാമെന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെ അമ്മാവനും ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്തു. എത്ര പേര് ആണ് ആ സമയത്ത്? ഞാനുണ്ട്, പിന്നെ എൻ്റെ ബ്രദർ നിഷാദ് ഉണ്ട്, പിന്നെ എൻ്റെ വേറെ ഫസ്റ്റ് കസിൻ മജീദ് ഖാൻ ഉണ്ട്, പിന്നെ നാട്ടിലുള്ളൊരു പീരാങ്കുടി സാഹിബ്, അമ്മാവനായിട്ടുള്ള MP അഹമ്മദ്. ഇനീഷ്യലി നമ്മൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ, ഗൾഫിലുള്ള അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട് സലാം ഖാൻ, സലാം ഖാൻ്റെ ഫാദറിലോ ബീരാങ്കോയൊക്കെ, ഇത്രയും ആൾക്കാർ ഇനീഷ്യൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് തുടക്കം. ലോകം മൊത്തം അറിയപ്പെടുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന വേൾഡിലെ ഫസ്റ്റ് 10 ജുവലറി, ഗോൾഡ് ബിസിനസ്സിലുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ തുടക്കമാണ് ഫൈസലിക്ക് പറഞ്ഞത്. അതിന് വേറൊരു പ്രത്യേകത വെച്ചാൽ അതൊരു 450 സ്ക്വയർ ഫീറ്റ് ആണല്ലോ. അത് ഗ്രൗണ്ട് ഫ്ലോറിലല്ല, അന്ന് വാടക കുറവ് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതിങ്ങനെ കയറി വരണോ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി വരണോ. ഫസ്റ്റിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 45-50 ലക്ഷം രൂപയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. 50 lakhs റുപ്പീസ് മുടക്കിയിട്ടാണ് മലബാർ ഗോൾഡ് തുടങ്ങിയത്. പിന്നെ അന്ന് എത്ര സ്റ്റാഫ് ഉണ്ടായിരുന്നു? അന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊന്നൊരു വൺ ഓഫ് ദി സെയിൽസ്മാൻ ആയിരുന്നു. സെയിൽസ്മാനും ക്ലീനിങ്ങും എല്ലാം ചെയ്തിരുന്നു. പിന്നെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സതീഷ്, ഒരു ഗംഗാധരട്ടനുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അയാളെ ഗംഗാധരട്ടനുണ്ട്. പിന്നെ ഒരു നവാസ് ബോയ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കസിൻ മജീദ് ഖാൻ, പിന്നെ ഒരു സതീഷ്, പിന്നെ ബാബു. സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ, പാർട്ട്ണർമാർ തന്നെ സ്റ്റാഫായിട്ടും അവിടെ. പിന്നെ ഒരു സന്തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പയ്യനുണ്ട്, അവന് സ്കൂളിൽ ജോലിയായിട്ട് പോയി, പിന്നെ സ്കൂളിൽ മാസ്റ്ററായിട്ട് പോയി അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. തുടക്കത്തിൽ ഈ ആൾക്കാരുള്ളൂ. ഇതൊരു മഹത്വം എന്ന് പറയുന്നത് ആ തുടക്കത്തിലുള്ള ആൾക്കാരുടെ എല്ലാം പേര്. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല. ഒരാളിപ്പോൾ ബാബുവിനെ മെന്നാന്ന് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ ദുബായിലുള്ളത്. അദ്ദേഹം വന്ന് എന്നോടത്ത് ഫാമിലി കാര്യമൊക്കെ പറഞ്ഞു, ഒരു ദിവസം വീട്ടിൽ വരാമെന്ന് പറഞ്ഞു, ബാബു എന്ന് പറഞ്ഞിട്ട്. ഇത്രയും വർഷം മുമ്പുള്ള ആൾക്കാരെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവരുമായിട്ട് ഇപ്പോഴും സൗഹൃദം പങ്കുവയ്ക്കുന്നുണ്ട്. അത് 93 93 എന്ന് പറയുമ്പോൾ 33 വർഷമായി, 32 വർഷമായി, 32 വർഷമായി അല്ലേ. ഇറ്റ്സ് ഗ്രേറ്റ്. അവരുമായിട്ട് ഇപ്പോഴും പേരെല്ലാം ഓർമ്മയുണ്ട്. ഓക്കെ, അതാണ് മലബാർ ഗോൾഡിൻ്റെ തുടക്കം. അതുപോലെ ഫൈസലിക്ക, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കാനഡയിലായിരുന്നു നമ്മുടെ ലാസ്റ്റ് ബ്രാഞ്ച് ഓപ്പണിംഗ് അല്ലേ. 403-ാമത്തെ ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇപ്പം ടെക്നോളജി എല്ലാം അത്രയ്ക്ക് വലുതാണ്. നമുക്ക് കസ്റ്റമർ എന്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലത്ത് ഒരുപാട് ചലഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറി ബിസിനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാര്യം ട്രസ്റ്റ്. കാരണം കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി. കാരണം അന്ന് കസ്റ്റമറിനെ പോലും കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ ഞങ്ങളുടെ സൗകര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു അന്ന് ചലഞ്ചസ്? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ജ്വല്ലറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ആൾക്കാരുടെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നതല്ലാണ്ട് 0 നോളജ് ആയിരുന്നു. നമ്മളിങ്ങനെ പഠിച്ച് വരുമ്പോൾ അന്നത്തെ കാലത്തുള്ള ക്വാളിറ്റി 22 ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ജ്വല്ലറി സീൽ ഉണ്ടാവുക. പക്ഷേ അതൊരു 22 ക്യാരറ്റ് പോയിട്ട് ഒരു 19 ക്യാരറ്റ് 18 ക്യാരറ്റ് പ്യൂരിറ്റി ഉള്ളൂ. 19-20 ക്യാരറ്റാണുള്ളൂ അത് അന്നത്തെ കാളിൽ. നമ്മൾ മെൽറ്റ് ചെയ്ത് ഗോൾഡ് പ്യൂരിറ്റി ആക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ളൂ. 85%, 84% ഗോൾഡ് ഉള്ളൂ. ഇന്നിപ്പോൾ 91.6% ഗോൾഡ് ഉണ്ട്.
ബാക്കി കോപ്പറെല്ലാം കൂടിയിട്ട് 916. അല്ല 916 എന്ന് പറയുന്നത് 916 ആണ് 22. പക്ഷെ അന്ന് 22 ക്യാരറ്റ് സീലടിക്കും. അന്ന് 85% ആണ് ഗോൾഡ് ഉള്ളൂ. അപ്പോൾ അതൊരു ചലഞ്ചാണ്. അപ്പോൾ അതിന് ആ സമയത്താണ് നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് വലിയൊരു ചാലഞ്ചായിരുന്നു. പിന്നെ 900 തുടക്കത്തിൽ നമ്മൾ 87.5 88 ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മളെ കമ്പനി ഒരു തീരുമാനം എടുത്തു. നമ്മൾ ഫസ്റ്റിൽ മലബാർ ഗോൾഡിലാണ് 916 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം 22 ക്യാരറ്റ് അതായത് നമ്മൾ കൊടുക്കുന്ന എന്താണോ നമ്മളെ സീല് വരുന്നത് അത് കൊടുക്കണം എന്നുള്ളൊരു വലിയൊരു തീരുമാനമായിരുന്നു. ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചാലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ലാഭമൊക്കെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഈ കസ്റ്റമറിന്റെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കലാണ് ഒരു ബിസിനസ്സിനകത്ത് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കസ്റ്റമറിന്റെ ട്രസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ടാണ് ഈ 33 വർഷം കൊണ്ട് ഒരു ബ്രാഞ്ചിൽ തുടങ്ങിയ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് 403 ബ്രാഞ്ചസായി ലോകത്ത് എത്ര രാജ്യത്ത് ഇപ്പോൾ ഉണ്ട്? ഏകദേശം 12ഓളം രാജ്യത്തുണ്ട്. ഏകദേശം സ്റ്റാഫ് 28,000 സ്റ്റാഫ്, 28,000 കുടുംബങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വേറെ ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതെ ലക്ഷങ്ങളുണ്ടാവും. അത്രയും കൊടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയാണ് റിയലി അപ്രീഷിയേറ്റ്. അന്ന് ആ ഒരു ഡിസിഷൻ തെറ്റായിട്ടില്ല എന്നുള്ളൊരു തെളിവാണിത്. ഉറപ്പായിട്ടും അന്നത്തെ ഒരു മാർക്കറ്റിലുള്ള ഒരു സാധനം എന്താ പറയുക ഒരു വിപ്ലവമായിരുന്നത്. അപ്പം പിന്നെ എല്ലാവരും അതിലേക്ക് വന്നു എന്നുള്ളതാണ്. യുവ സംരംഭകർക്ക് ഇതിൽ നിന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്താലും, എന്ത് ഓണ്ടർപ്രണർഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കസ്റ്റമറിനോട് നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നതിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരു കാരണവശാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ. തീരുമാനം ചെയർമാനെല്ലാം കൂടി എടുത്തൊരു തീരുമാനം. നമ്മൾ ആവശ്യമില്ലാണ്ട് കളവ് പറയാൻ പാടില്ല. അത് കൂടുതൽ ഒരു സാധനം അതിന് സത്യസന്ധമായിട്ട് വെക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യമൊക്കെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ലാഭത്തിൽ ഇച്ചിരി കുറവുണ്ടാവും. പക്ഷേ ആ തീരുമാനമാണ് അതിൻ്റെ ലിവിങ് എക്സാമ്പിൾ ആണ് ഇത് എന്ന് പറയുന്നത്. അതുപോലെ ഫൈസൽക്ക ജ്വല്ലറി ബിസിനസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫൈസൽക്കയും നമ്മുടെ ആ ടീം ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സെറ്റ് ബാക്ക് വന്നൊരു ബിസിനസ് ഏതെങ്കിലും ഉണ്ടോ? ഐ മീൻ തുടങ്ങിയിട്ട് നിർത്തേണ്ടി വന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടായിരുന്നു? ഇഷ്ടംമാതിരി ബിസിനസ് ഉണ്ട്. മലബാർ ഗോൾഡ് തുടങ്ങിയിട്ടുള്ള ഇപ്പം മലബാർ സിൽക്ക് നമ്മൾ പരാജയമായിരുന്നു. അതുപോലെ നമ്മളെ റെസ്റ്റോറൻറ്റ് ഫീൽഡ് ഉണ്ടായിരുന്നു, മലബാർ മയൂരാന്ന് പറഞ്ഞിട്ട്. ശരി. ആ ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ കുറേ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് ഫെയിലിയർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പരാജയങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ വഴിയിൽ പേഴ്സണലിയും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ ചിരിച്ച മുഖത്തോടു കൂടി അതിനെല്ലാം നമ്മളിപ്പോൾ പരാജയം വന്നാലും നമ്മളിങ്ങനെ ആലോചിക്കും. അതിൻ്റെ സ്ട്രെസ് നമുക്ക് ഭയങ്കര ആയിരിക്കും ആദ്യം. ഇപ്പം നമ്മൾ ആലോചിക്കും നമ്മുടെ അടുത്ത് ഇപ്പം എന്ത് ബാക്കിയുണ്ട്, നമുക്ക് ജീവിച്ച് പോകാനുള്ള ഒരു പൈസ ഉണ്ടല്ലോ, നമ്മളെ കുട്ടികളെ പോറ്റാനുള്ളത്. ഇപ്പം എൻ്റെ മക്കളും വൈഫും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ജീവിച്ചു കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ എന്നുള്ളത് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് സമാധാനിക്കും. പോയത് പോട്ടെ, നമ്മുടെ കയ്യിൽ എന്ത് ബാക്കിയുണ്ട്, എന്ത് മിച്ചമുണ്ട്, അതിൽ സംതൃപ്തി കണ്ടിട്ടിട്ട് മുമ്പോട്ട് പോവുക. കറക്റ്റ് അല്ലേ? ഫെയിലിയർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. യെസ്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഫൈസൽക്ക, നിങ്ങൾ വേറെ 2-3 ബിസിനസ്സുള്ള എനിക്കറിയാം. ഒന്ന് കോസ്മോസ് സ്പോർട്സ്, അത് റിലേറ്റഡ് ടു കംപ്ലീറ്റ്ലി സ്പോർട്സ്. എങ്ങനെയാണ് ഈ ഗോൾഡിൽ നിന്നും യു കം ടു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീമിലൂടെ പാർട്ണർഷിപ്പ് ആയതാണോ, സ്വന്തമായി? ശരിക്കും ഒരു ടീം 34-35 വർഷമായിട്ടുള്ള അതാണ് കോസ്മോസ് സ്പോർട്സ്. മലബാർ ഗോൾഡിന് മുമ്പുള്ള ഒരു സ്ഥാപനം. അപ്പം അത് എനിക്ക് തോന്നുന്നത് 89-ലോ 90-ൽ ഒരു ഉമ്മർക്ക എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ശരി. അപ്പം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദറാണ് അതിൽ പോയിട്ട് ആദ്യം ജോയിൻ ചെയ്തത്. എൻ്റെ സഹോദരൻ നിഷാദ്. ഓക്കെ. അപ്പം സ്പോർട്സ് പുള്ളി ഇങ്ങനെ ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോളിനോടൊക്കെ താല്പര്യമുള്ളത്. ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളാണ്, ഇപ്പം കളിക്കും. ഇപ്പം രാവിലെ 6 മണിക്ക് പോയിട്ട് കളിക്കും. ശരി. ഇപ്പോഴും കളിക്കുന്നുണ്ട്. ശരി. അങ്ങനെ പുള്ളീൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്.
അത് ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അന്നത്തെ കാലത്ത് ഒരു 10, 13, 14 കൊല്ലം മുമ്പ് ഒരു 20 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ ആ ബിസിനസ്സിൽ വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, നല്ല രീതിയിൽ നടക്കുന്ന ഒരു 10-100 ആൾക്കാർ വർക്ക് ചെയ്യുന്നു. 10-12 ഷോപ്പുണ്ട്. അപ്പോൾ അക്കാഡമി ഉണ്ട്, നാട്ടിലും അക്കാഡമി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ ബാഡ്മിൻ്റൺ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഇപ്പം മക്കളാണ് നോക്കുന്നത്. എൻ്റെ മകൻ ഇപ്പം ആ സ്ഥാപനം നോക്കുന്നു, കോസ്മോസ് ദുബായിൽ നോക്കുന്നു. എൻ്റെ ബ്രദറിൻ്റെ മകൻ നാട്ടിലും നോക്കുന്നു. ഈ കോസ്മോസ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്? പിന്നെ എൻ്റെ മകന് ഇലക്ട്രോണിക്സ്, ബീഫർബ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ പുതിയതുണ്ട്, സെക്കൻഡ് ഹാൻഡ്, അതായത് റീഫർബിഷ്ഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും ഉണ്ട്. ബീഫർബിൻ്റെ കസ്റ്റമറാണ് ഞാൻ. അതെ. നമ്മുടെ ഇപ്പോൾ ഒരു ആൾ മൊബൈൽ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന്, അതായത് ഓൺലൈൻ മീഡിയനോട് ചാലഞ്ച് ചെയ്യുന്ന പ്രൈസിന് കൊടുക്കണം എന്നാണ് നമ്മളെ പോളിസി. നമ്മൾ കൊടുത്തിരിക്കും. ദുബായിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ ഷാർജ സിറ്റി സെന്ററിൽ, കരാമയിൽ അല്ലേ, 2 ബ്രാഞ്ചസ് അല്ലേ ഉള്ളത് ബീഫർബിന്? പുതിയ ബ്രാഞ്ചസ് വല്ലതും വരുന്നുണ്ടോ ബീഫർബിന്? പുതിയ ബ്രാഞ്ചസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അബുദാബിയിൽ, പിന്നെ ദുബായിൽ തന്നെ ഒരു ബ്രാഞ്ചും കൂടി പ്ലാൻ നോക്കുന്നുണ്ട്. വെരി ഗുഡ്. ഫൈസൽക്ക, കോസ്മോസ് ഇസ് റണ്ണിങ് ഇൻ. അതുപോലെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് നമ്മുടെ മലയാളികളുടെ ഇടയിൽ. ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ ഏറ്റവുമായിട്ട് ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഇടയിലുള്ള സംഘടനയാണ് IPA എന്ന് പറയുന്നത്. ഫൈസലിക്ക, IPA ആരായിരുന്നു, ആരാണ്? പിന്നെ ഏത് സംഘടന ആയാലും നമ്മൾ തർക്കങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? അതിജീവിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഞാൻ ആദ്യം IPA തുടങ്ങിയതിനെ കുറിച്ചുള്ള കാര്യം പറയാം. ഞാൻ ശരിക്കും ഇതുപോലെ വീഡിയോ എടുക്കലോ അല്ലെങ്കിൽ സംസാരമെല്ലാം കുറവാണ്. പേടിയായിരുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, മോഹൻലാലിൻ്റെ കൂടെ ഒരു പ്രസ് മീറ്റിൽ ഇരുന്നിട്ടുള്ളൊരു അനുഭവം ഉണ്ട്. താങ്ക്സ് പറയുന്ന സമയത്ത് ഞാൻ ബബ്ബ പഠിച്ച്. അതുപോലെ ഞാൻ എൻ്റെ മകളെ സ്കൂളിൽ പോയിട്ട് പ്രസംഗിക്കാൻ പോയിട്ട് ബബ്ബ പഠിച്ച് ഒരുപാട് ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ വീട്ടിൽ പോയി കരഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പേടി മാറാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ബിസിനസ് ക്ലബ്ബ് ഞാൻ ഉണ്ടാക്കിയുള്ള ഒരാളാണ്. ബിസിനസ് ക്ലബ്ബ് നാട്ടിൽ ഇപ്പോൾ ഒരു 100-200 ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റോട്ടറി, ലയൺസ്, സകല ഗുലാബിയിലും പോയി പല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിലൊക്കെ പോയിട്ട് ഒരു വിദ്യാർത്ഥിയെ പോലെ ഇരുന്ന് ഇങ്ങനെ ആർജിച്ച് ഈ ലെവലിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വീഡിയോ സംസാരിക്കുന്ന ലെവലിലേക്ക് എത്തിയതാണ്. അത് 3 ആൾ കൂടുന്നിടത്തിന് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ ഞാൻ മുമ്പ് പോയി അതിനെ അതിജീവിച്ച് ഇവിടെ എത്തിയതാണ്. അപ്പം അങ്ങനെ ഞാനിവിടെ വന്നപ്പം IPA തുടങ്ങണം, അങ്ങനെ 2-3 ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ചു. ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 ആൾക്കാരുടെ അടുത്ത് പോയി, ഇങ്ങനെ ഒരു സംഭവം വേണം ബിസിനസ്സുകാർക്ക്. അപ്പം നമ്മളൊരു ട്രേഡിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 100-260 ആൾക്കാരുള്ള ഒരു കമ്പനിയാണ്. IPA മെമ്പറാണ് ഞാൻ. അപ്പോൾ അതിൽ വിമർശനങ്ങളുണ്ടാവും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം IPA നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ പോയിട്ട് പ്രസിഡന്റ് സ്ഥാപനം വേണോ അല്ലെങ്കിൽ കാലാകാലം ഞാൻ അതിൻ്റെ ഡിസിഷൻ മേക്കറായിട്ട് പോകണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. അതിനൊരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കി, ഒരു ബൈലോയിൽ ഉണ്ടാക്കിയിട്ട് കൊടുത്തു, ഒരു സ്ഥാപനം പോലെ അത് നടക്കട്ടെ എന്നുള്ളതാണ്. നമ്മളവിടെ പോയിട്ട് ഓരോ തല്ലുകൂടി, നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു 3 ആൾ കൂടി കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ അതിലൊരു പോളിസി ഉണ്ടാക്കി. നമ്മളൊരു 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അതിൽ നമ്മളെ അഭിപ്രായം നമ്മൾ അതിൻ്റെ അടിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. ആ 10 ആളിൽ 6 ആൾക്കാർ ഏതാണോ പറയുന്നത് അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ആയാലും ജീവിതമാണെങ്കിലും എന്താണെങ്കിലും അത് മുന്നോട്ട് പോകും. അതിൽ തർക്കം ഉണ്ടാവില്ല. അതാണ് വേണ്ടത്. നമ്മുടെ ലൈഫിൽ നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. ഈ പറയുന്ന എനിക്കും വേണം സിസ്റ്റം, കേൾക്കുന്ന പലർക്കും വേണം സിസ്റ്റം. ആ സിസ്റ്റം നമ്മൾ ആ സിസ്റ്റം ഡിസോർഡർ ആകുമ്പോഴാണ് നമുക്ക് ഇപ്പുറത്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഒരു കരിയർ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിക്കാണെങ്കിൽ നമ്മൾ സമയം കൊടുത്തില്ലെങ്കിൽ ഫാമിലി ഡിസോർഡർ ആവും. അതെ. നമ്മളെ കുട്ടികൾക്ക് സമയം കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഡിസോർഡർ ആവും. അതെ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വേണ്ട രീതിയിൽ സമയം കൊടുക്കണമെന്നുള്ളതാണ്. അതെ. ഫൈസലക്ക, നമ്മുടെ ഈ ഒരു എസ്പെഷ്യലി ഫൈസലക്കായിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റ് ഒരുപാട് യുവാക്കൾ കാണുന്ന ഒരു ഷോ ആയി മാറട്ടെ. എന്താണ് ഒരു 20 വയസ്സ് മുതൽ ഉള്ള ഒരു യുവജനങ്ങൾക്ക് ഫൈസലക്ക് കൊടുക്കാൻ പറ്റിയ നല്ല 2 ഉപദേശം എന്താണ്? അത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും അവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായാലും ഫൈസലക്കയുടെ ജീവിത എക്സ്പീരിയൻസിന് കൊടുക്കാൻ പറ്റിയ 2 ഉപദേശം എന്താണ്? 20-22 വയസ്സുള്ള കുട്ടികൾ ബിസിനസ്സിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ
ആ ബിസിനസ് വിജയിക്കണമെങ്കിൽ അവർ 24 hours അതിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ കൊടുക്കണം. അവർ സമയത്തിന് വാല്യൂ കൊടുക്കണം. അതിൻ്റെ ബാക്കിൽ തന്നെ ഓടണം. കുറേ കാലം അതിൻ്റെ കഠിനാധ്വാനം എന്നുള്ള രീതിയിൽ മരിച്ച് പണിയെടുത്താലാണ് ആ സ്ഥാപനം ഒന്ന് വിജയിച്ചൊന്ന് കരകയറിയതിന് ശേഷം ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിൻ്റെ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ അതിൻ്റെ ലോസ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് മന്ത്ലി അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബിസിനസ് പരാജയപ്പെടും. ഇതേപോലെ നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനി ആകുമ്പോൾ അത്രയും നമ്മൾ അതിൻ്റെ മുകളിൽ കോൺസെൻട്രേഷൻ കൊടുക്കണം. എനിക്കറിയാലോ. അതെ അതെ അതെ. അപ്പോൾ ഫൈസലിക്കയ്ക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 10-16 വർഷം നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ ലൈഫ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അല്ലേ നമ്മുടെ എഡ്യൂക്കേഷണൽ പല ആൾക്കാരും ഇങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ഇതിൽ ബിസിനസ്സിൽ അധികം പരാജയപ്പെടുന്നതാണെന്നറിയാം. നമുക്ക് വലിയ ബിസിനസ്സിൽ വലിയ വിജയിച്ച ആൾക്കാരെ മക്കൾ ഇതിൽ വരുമ്പം ഒരിക്കൽ പുതിയ ബിസിനസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ബിസിനസ് ചിലപ്പം വിജയിക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം ചിലപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഉള്ള ബിസിനസ്സിൽ കയറി വന്നിട്ട് അവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും, പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം ഈ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാരെ വാല്യൂസ് ഒന്നും കൊടുക്കാണ്ട് ഒരുപാട് കാലമായിട്ട് അവിടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, അവർക്കൊന്നും വാല്യൂസ് അവരെ പെട്ടെന്ന് മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് അപ്പോൾ ആ ബിസിനസ് ചിലപ്പം മെല്ലെ മെല്ലെ ചേഞ്ചിങ് കൊണ്ടുവരാൻ പറ്റും. പാടില്ല. അതെ, ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അതെ. അപ്പോൾ ഫൈസലിക്ക പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10-16 വർഷത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ ലൈഫ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് മാറുന്നത്. ആ സമയത്ത് നമുക്ക് വേണ്ടത് പേഷ്യൻസ്, നമുക്ക് ക്ഷമ വേണം, നമ്മുടെ ടൈം. അതായത് ഒരു സാധാരണ ഒരാൾ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സമയം നോക്കിയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓണ്ടർപ്രണർഷിപ്പും ഒരു സ്റ്റാർട്ടപ്പും നമ്മൾ വിചാരിക്കുന്നതിൽ പോവില്ല. നമ്മൾ 24 hours ഉണ്ടെങ്കിൽ 24 മണിക്കൂറും നമ്മൾ അതിനുവേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം, റിസർച്ച് നടത്തണം, റിസർച്ച് നടത്തണം. പിന്നെ ജയം പരാജയം എന്നൊക്കെ അക്കൗണ്ടബിലിറ്റി അത് അനലൈസ് ചെയ്യണം എല്ലാ മാസവും. അതെ അതെ. അപ്പോൾ അതിൽ ഒരു നല്ല നമ്മൾ ആരെ വിശ്വസിച്ചേൽപ്പിച്ചാലും നമ്മൾ എല്ലാ കാര്യങ്ങളും തറവായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താലേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് വിജയിക്കാം. സെയിൽ ക്യാഷ് നമ്മളിപ്പോൾ ഒരു റവന്യൂ ഉണ്ടല്ലോ, ആ റവന്യൂവിൻ്റെ ഫിനാൻസ് വരെ നമ്മൾ വാച്ച് ചെയ്യണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈസി മണിയാണ് നോക്കുന്നത്. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആൾക്കാർ അടിച്ചു മാറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കരുത്. അതെ അതെ. സാഹചര്യങ്ങളാണ് അവരെ എന്താക്കുന്നത്, നല്ലതും മോശമാക്കുന്നത്. ഫൈസലിക്ക ഒരു സക്സസ്ഫുൾ മാൻ ആണോ? ഞാൻ സക്സസ്ഫുൾ ആണോ എന്നുള്ളത് 100% എനിക്ക് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ സക്സസ്ഫുള്ളായി ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഞാൻ. നമ്മുടെ ചില ആൾക്കാർ വിചാരിക്കും പൈസയാണ് സക്സസ് എന്ന് വിചാരിക്കും. ഓക്കെ, ഫൈസലിക്കയുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് സക്സസ്? പൈസ വേണം, പൈസ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണം. ഒരു സക്സസ്ഫുൾ ആവണം, ഒരാളൊരു ഹാപ്പി ആയിട്ട് നിൽക്കണമെന്നുള്ള 1, 2, 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, അയാൾ ജീവിച്ച് ഇരിക്കുന്ന ജീവിതശൈലിയിൽ അദ്ദേഹം ഇടപെടുന്ന ആൾക്കാർ, നമ്മൾ ഇപ്പം കള്ളത്തരം പറയുക, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സത്യസന്ധമായിട്ട് ജീവിച്ച് ഫാമിലിനെ ടേക്ക് കെയർ ചെയ്ത് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു മനുഷ്യനായിട്ട് മരിക്കുമ്പോഴാണ് സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളാരും 100% സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് ഇനിയും സമയങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ ഏത് സമയത്ത് മരിച്ചാലും നമ്മൾ മരിക്കുമ്പം ഒരു നല്ല മനുഷ്യനായി കുറച്ച് നല്ല ആൾക്കാരുടെ മനസ്സിൽ ഇടം തേടിയാൽ നമ്മൾ സക്സസ്ഫുള്ളായി. ഇപ്പോഴും പല വ്യൂവേഴ്സും ഫൈസലിക്കാൻ്റെ പോസ്റ്റിലൊക്കെ കാണും, ഫൈസലൊക്കെ ഇപ്പോഴും ഉപ്പാനെയും ഉമ്മാനെയും ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളായാലും ശരി, അവരെ ഇപ്പോഴും കെട്ടിപ്പിടിച്ചൊരു മുത്തം ഏതാ ഇപ്പോഴും നിങ്ങൾ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ പല ആൾക്കാർക്ക് വന്നത് ചില ആൾക്കാർക്ക് ചമ്മലായിരിക്കും, ചില ആൾക്കാർക്കൊന്നും അത് പറ്റാറില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്നുണ്ടല്ലോ, അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പുതുതലമുറയായാലും അത് കാണുന്ന എല്ലാവരെയായാലും. എങ്ങനെയാണ് ഈ ഫാമിലിയിൽ ഇത്ര നല്ലൊരു ബോണ്ട്, ഹൗ ക്യാൻ യു മെയിൻറ്റെയിൻ ദിസ് വൺ? ഇത്രയും തിരക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇത്രയും
403 ബ്രാഞ്ചുള്ള ഒരു വലിയൊരു മഹാപ്രസ്ഥാനത്തെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാവുന്ന തിരക്കാണ്, അത്രയ്ക്ക് തിരക്കുള്ള ഒരാളാണ്. എന്നിട്ടും ഈ ഫാമിലി ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിർത്താനായിട്ട് എങ്ങനെ സാധിക്കും? അത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒറ്റ കാര്യം പറയാം. നമ്മളെ മാതാപിതാക്കളെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിക്കണം. സ്നേഹിച്ച് അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കണം. മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിട്ട് കാര്യമല്ല. അതെ അതെ അതെ. ഇന്നിപ്പോൾ എൻ്റെ ഉപ്പ ഉള്ളത് നോളജ് സിറ്റിയിലാണ്, നോളജ് ടൈഗ്രീസ് റിസോർട്ടിലുള്ളത്. ഓ ശരി. ഉപ്പാട് 1 മന്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവിടെ കൊണ്ടുപോയിട്ടതാണ്. ഒരാളെ വെച്ച് മൂപ്പർക്ക് ഭയങ്കര ഹാപ്പി അവിടെ പോയാൽ. ഓ ശരി. അപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ബുക്ക് ചെയ്തു. മൂപ്പരെ ഇപ്പം എനിക്ക് ഡെയിലി വീഡിയോ അയച്ചിരുന്നുണ്ട്. അയാളുടെ അടുത്ത് പാപ്പൻ്റെ അടുത്ത് ഒരാളുണ്ട്. മൂപ്പർ ഭയങ്കര ഹാപ്പിയാണ്. മൂപ്പർ നടക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ പാരൻസിനെ നമ്മളിപ്പം ഗൾഫിലുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മളെ അച്ഛനെന്നോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മേനെയോ നമുക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരെ ഹെൽത്ത് നന്നായിട്ട് കുറച്ചു കാലൂടെയും അവരെ എന്താ ചെയ്യും, മൈൻഡ് ഫ്രഷ് ഉണ്ടാവും. പിന്നെ അവരോട് സംസാരിക്കും, ഫോൺ ചെയ്യും. ഇതൊക്കെ അതിനൊരു സമയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു സന്തോഷമായിരിക്കും. നമ്മളൊരു ഫോൺ ചെയ്താൽ മതിയാവും. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ നമ്മളൊന്ന് ഫോൺ ചെയ്തിട്ട് എന്താ അച്ഛാ സുഖമല്ലേ, എന്താ പാപ്പ സുഖമല്ലേ, ഭക്ഷണം കഴിച്ചോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, വളരെ ശരിയാണ്, ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതി. അതെ. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏജ്ഡായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പൈസയെ നമ്മൾ കാശ് ഓഫ് കോഴ്സ് നമ്മൾ അവരെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെങ്കിലും അവർക്ക് ബേസിക്കലി വേണ്ടത് അവരെ കേൾക്കാൻ ഒരാൾ, അവർക്ക് പറയാനത് കേൾക്കാൻ ഒരാളാണ് അവർക്ക് വേണ്ടത്. കാരണം ഒരു ഏജ് കഴിയും തോറും മാനസികമായിട്ടൊക്കെ അവർക്ക് പല നമുക്കെല്ലാം ഏജാവും, നമുക്കെല്ലാം ഏജാവും, സിറ്റുവേഷനിലെല്ലാം നമ്മൾ പോകും. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മമായിരിക്കും നമുക്ക് തിരിച്ചു വരിക. നമ്മളെ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ, നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം നമ്മളെ മക്കൾ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് മക്കളെ കാര്യം നോക്കി പോകുമ്പോൾ അതെ മനസ്സിലെന്തായിരിക്കും, എന്തൊരു വിഷമമുണ്ടാവും. അതെ, അതേ ഫീലിംഗ് നമ്മളെ പാരൻസിനെ നമ്മളെ നോക്കിയാൽ നമ്മളെ മക്കളത് നോക്കിക്കാണും. അതെ അതെ അതെ, അവരത് കണ്ടാൽ പഠിക്കുന്നത്. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് കണ്ടിട്ടല്ലേ നമ്മുടെ മക്കളാലും പഠിക്കണമെന്ന് വെച്ചാൽ അത് വളരെ നല്ല, എന്താ പറയുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വലിയൊരു മെസ്സേജാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും അച്ഛനോടും അമ്മയോടും ഒന്ന് ഫോണിക്കിടെങ്കിലും സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. എല്ലാവരും തിരക്കാണ്. എനിക്കറിയാവുന്ന പല ആൾക്കാരും ദുബായിലുള്ളവരായാലും പല വിദേശത്തുള്ളവരായാലും അവരാഴ്ചയിൽ ഒരു ദിവസം അവധിയുള്ള ദിവസം, പണ്ട് നമുക്ക് വെള്ളിയാഴ്ചയായിരുന്നു, ഇപ്പം നമുക്ക് ഞായറാഴ്ചയായി, അവർ ഞായറാഴ്ച ഒരു ദിവസമാണ് സമയം കണ്ടെത്തി വീട്ടിലേക്ക് വിളിക്കുന്നത്. അത് ചില ആൾക്കാർക്ക് അത് വലിയൊരു പ്രൗഡായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും മാതാപിതാക്കന്മാരോട് സംസാരിക്കാനായിട്ട്, എത്ര തിരക്കുള്ള ആളായാലും, ഇനി എന്ത് തിരക്കെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിരിക്കും. മലബാർ ഗോൾഡിൻ്റെ MD ഡെയിലി ഒരു ഹാഫ് ആൻ അവർ 1 അവർ ഫാദറായിട്ട് സംസാരിക്കും ഡെയിലി. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ഉമ്മയായിട്ട് സംസാരിക്കും. അപ്പോൾ അതും നമുക്ക് കോപ്പി ചെയ്യുന്ന കാര്യമാണ്. അതെ, നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആൾവേസ് സ്പെൻഡ് സം ടൈം വിത്ത് യുവർ പേരൻസ് ആൻഡ് യുവർ ബിലൗഡ് വൺസ്. നമുക്കതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. അവർക്ക് നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ടോ ചിലപ്പോൾ നമ്മുടെ പ്രസൻസിലോ ഒന്നും ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് നല്ലൊരു വാക്ക് അല്ലെങ്കിൽ അവരെ ഒന്ന് ഫോൺ ചെയ്യും. ഞാനിപ്പോഴും വന്നിട്ട് 15 വർഷമായി ദുബായിൽ. രാവിലെ 8 മണി നമ്മൾ കുളിച്ച് വന്നിട്ട് റെഡിയാവുന്ന സമയത്ത് ഫോണ് സ്പീക്കറിലിട്ടിട്ട് അച്ഛനോടും അമ്മയോടും സംസാരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മളെന്തായാലും വണ്ടി ഓടിച്ച് പോകണമല്ലോ, ആ ഒരു സമയത്തൊന്ന് ഫോൺ ചെയ്യും. രാത്രി കിടക്കാൻ നേരം. എനിക്ക് ഒരു അനിയന്, ഞങ്ങൾ 2 പേര്, എനിക്ക് 2 പെൺകുട്ടികൾ. അല്ല പിന്നെ ബ്രദർ ഇവിടെ എൻ്റെ കൂടെ തന്നെ നമ്മുടെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കൺസ്ട്രക്ഷൻ അറിയാലോ, ഇന്റീരിയർ ഫിറ്റ് ഔട്ടും എയർ ആംബുലൻസ് മെഡിക്കൽ ടൂറിസം ഒക്കെ നമ്മൾ ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റും ചെയ്യുന്നുണ്ട് ഇവിടെ. എൻ്റെ കൂടെ തന്നെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ 2 പേരും ഡെയിലി വീട്ടിൽ വിളിച്ചിരിക്കും. അടുത്താണ് ഫൈസലൊക്കെ എനിക്കൊരു കാര്യം അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു 50 വർഷം കഴിഞ്ഞാൽ AK ഫൈസൽ എന്ന് പറയുന്ന ആളെ എങ്ങനെ അറിയപ്പെടണം എന്നാണ് ഫൈസലൊക്കെ ആഗ്രഹം? അപ്പോൾ ഏതൊരു മനുഷ്യനെ പോലെ ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരാളായിരുന്നു, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അത്രയും മതി. നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്നറിയപ്പെടണം അല്ലേ? അത്രേ ഉള്ളൂ. വലിയ കച്ചവടക്കാരനായിരുന്നു അല്ലെങ്കിൽ വലിയ സംഭവമായിരുന്നു അറിയപ്പെടണ്ട. ആളൊരു മനുഷ്യ സ്നേഹിയായിരുന്നു, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്ന്. അത്രയും മതി. വെരി ഗുഡ് ഇൻഫർമേഷൻ. അതുപോലെ ഫൈസലിക്കയുടെ ജീവിതം ഒരു സിനിമയാവാന്ന് വെച്ചു. ഇതൊരു ഫണ്ണി ക്വസ്റ്റൻ ആണ് കേട്ടോ. ഒരു സിനിമയാവുകയെന്നുണ്ടെങ്കിൽ അതിൽ
ബയോപിക്, ഐ മീൻ അതൊരു നായകൻ ആരായിരിക്കണമെന്നാണ് ഫൈസലിക്ക് ആഗ്രഹം? അതന്നെ അഭിനയിച്ചാൽ പോരെ. ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അഭിനയിച്ചോളാം. അഭിനയിച്ചോളാം. അതല്ല, ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നായകൻ ഫൈസലിക്ക്, ഒരു ബയോപിക്, അങ്ങനെ ഒരാൾ ആരാണ് മനസ്സിലാഗ്രഹം? അതിലിപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറേ ആളുണ്ട്. ഞാനിപ്പോൾ അതിന് മാത്രമുള്ളൊരു സംഭവം ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ ആവുകയാണെങ്കിൽ അതിനകത്ത് ആരായിരിക്കും അഭിനയിക്കണം എന്നാണ് ആ നായകൻ ആരായിരിക്കണം എന്നാണ് ആഗ്രഹം ഇപ്പോഴത്തെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ? എല്ലാ ആൾക്കാരെയും കുറേ ആൾക്കാരെ മനസ്സിൽ വരുന്നുണ്ട്. ഒരാളെ പേര് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളെ വിഷമിപ്പിക്കണല്ലേ? മറ്റൊരാളെ വിഷമിപ്പിക്കണം. നല്ല ഉത്തരവാണ്. സോ ഫൈസലിക്ക, നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടോക്ക് ആക്ച്വലി. കുറേ നല്ല കണ്ടന്റുകൾ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. സമയം പോലെ അറിഞ്ഞതേ ഇല്ല. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മളിവിടെ വന്നത് ഒരു 2 മണിക്കാണ്. 1:30 വന്നപ്പം 3:30. 2 മണിക്കൂർ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നമ്മൾ ഒരുപാട് സംസാരിച്ചു. ടു ഓൾ മൈ വ്യൂവേഴ്സ്, എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഫൈസലിക്ക വിത്ത് മീ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു 50 വർഷത്തെ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ കേട്ടത്. സോ അതിൽ നിന്ന് നല്ലതായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ഉണ്ട്. ഐ ക്യാൻ കൺക്ലൂഡ് ഇറ്റ്സ് ലൈക്ക് ദിസ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഫൈസലിക്ക് പറഞ്ഞതിൻ്റെ തൊട്ട് നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡു ദ നീഡ്ഫുൾ ആൻഡ് ഫോക്കസ് ഓൺ യുവർ കരിയർ, ഫോക്കസ് ഓൺ യുവർ ഡ്രീം, സ്റ്റേ ഫോർവേഡ്. Thank you so much. This is Praveen signing off. Thanks a lot.